അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ കാണും. കൂടിക്കാഴ്ചയ്ക്കായി കുടുംബം ബാംഗ്ലൂരുവിലെത്തി. MK രാഘവൻ MP, AKM അഷ്റഫ് MLA എന്നിവരും കുടുംബാംഗങ്ങൾക്കൊപ്പം ശിവകുമാറിനെ കാണും. തിരച്ചിലിനായി ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നത് വേഗത്തിലാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ട് കുടുംബത്തിന്. സ്വാഭാവികമായും സർക്കാരിനെ ബോധ്യപ്പെടുത്താനുള്ള അവരുടെ ആശങ്കകളും ഉണ്ടാകുമല്ലോ. നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. കാരണം അർജുൻ ഉൾപ്പെടെ 3 പേരെ ഇത്തരത്തിൽ ഗംഗാവലി പുഴയിൽ കാണാതായിട്ട് 1.5 മാസമാകുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു കൂടിക്കാഴ്ച എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഇന്ന് കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ വൈകിട്ട് 4 മണിക്കാണ് കൂടിക്കാഴ്ച. ഇതിൽ ഏറ്റവും പ്രധാനം ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുക, അത് വളരെ പെട്ടെന്ന് വളരെ വേഗത്തിൽ തിരച്ചിൽ നടത്തുക എന്നത് തന്നെയാണ്. ഈ ആവശ്യം ഈ കുടുംബം DK ശിവകുമാറുമായി സംസാരിക്കും. എന്തായാലും ഹൈക്കോടതിയിൽ കാലാവസ്ഥ അനുകൂലമായതിനാൽ തിരച്ചിൽ പുനരാരംഭിക്കണമെന്നുള്ള ഉത്തരവുമുണ്ട്. അവസാന തിരച്ചിൽ എന്നാണ് കർണാടക സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വളരെ പെട്ടെന്ന് ഉണ്ടാകണമെന്ന ഒരു അഭ്യർത്ഥനയാണ് കുടുംബം ഇന്ന് DK ശിവകുമാറുമായി സംസാരിക്കുക. എന്തായാലും നേർവയുടെ പരിശോധനയിൽ തിരച്ചിലിന് അനുകൂലമായ കാലാവസ്ഥ എന്ന് ഏതായാലും റിപ്പോർട്ട് ഉണ്ട്. അതുമാത്രമല്ല പുഴയുടെ അടിയൊഴുക്ക് ഇന്ന് 3 നോട്ടിലേക്ക് എത്തിയിരിക്കുന്നു. കാലാവസ്ഥ അനുകൂലമാണ്. അത് ഏതായാലും ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിലിന് തടസ്സമുണ്ടാകില്ല. ഏതായാലും ജഗ് ബോട്ട് ഉപയോഗിച്ച് ഈ ഡ്രഡ്ജർ വെച്ച് ഇത്തരത്തിൽ 45 മീറ്റർ വരെ താഴ്ചയിലുള്ള വസ്തുക്കൾ ഇത്തരത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത്. ഏകദേശം 1 കോടിയോളം രൂപ ചിലവാണ് ഇതിന് വരുന്നത്. ആ ചിലവ് കർണാടക സർക്കാർ വഹിക്കുമെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ഇതിൽ ഇനി ഏറ്റവും പ്രധാനം ഈ തിരച്ചിൽ എന്ന് ആരംഭിക്കും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമോ? ഏതായാലും കുടുംബം വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇതിലൊരു അവ്യക്തത നീക്കുക, തിരച്ചിൽ വളരെ പെട്ടെന്ന് പുനരാരംഭിക്കുക. കാരണം ഇപ്പോൾ തന്നെ ദിവസം വൈകിയിരിക്കുന്നു. 1.5 മാസത്തോളമായിരിക്കുന്നു. ലോറി കണ്ടെത്തുക, അതാണ് ഏറ്റവും പ്രധാനമെന്ന് ജിതിൻ പറയുന്നു. കഴിഞ്ഞ ദിവസം നേവിയുടെ നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലും ഈ ലോറിയുടെ സ്ഥാനം നേരത്തെ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. അതിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. പക്ഷേ ആ ലോറി കൃത്യമായി ഡോണാർ പരിശോധനയും അവിടെ തന്നെ കാണാൻ സാധിച്ചു. പക്ഷേ അതിനു മുകളിൽ മരങ്ങളും കൂറ്റൻ പാറകളും ഒക്കെയുണ്ട്. അതൊക്കെ നീക്കം ചെയ്യാനുണ്ട്. ഡ്രഡ്ജർ എത്തിയാൽ 1-2 ദിവസത്തിനകം അതെല്ലാം നീക്കം ചെയ്യാൻ പറ്റും. ലോറി പുറത്തേക്ക് എടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ ഈ ദൗത്യ സംഘങ്ങൾക്കുണ്ട്. ഏതായാലും ഈശ്വർ മൽപെ ഉൾപ്പെടെയുള്ളവർ ഈ തിരച്ചിലിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് നടക്കുന്നത് നിർണായക കൂടിക്കാഴ്ചയെന്ന് പറയേണ്ടി വരും. ഈ തിരച്ചിൽ എന്ന് പുനരാരംഭിക്കുമെന്ന് കർണാടക സർക്കാർ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി ആ പ്രഖ്യാപനം ഉണ്ടാകുമോ? അതാണ് ഏറ്റവും പ്രധാനം. ഏതായാലും കുടുംബം വലിയ പ്രതീക്ഷയോടെയാണ് ബാംഗ്ലൂരുവിൽ എത്തിയത്. DK ശിവകുമാറിനെ കാണും. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ സംസാരിക്കും. AKM അഷ്റഫ് MLA അതുപോലെ തന്നെ MK രാഘവൻ MP ഒക്കെ ഇവരുടെ കുടുംബത്തോടൊപ്പം തന്നെയുണ്ട്. കുടുംബത്തെ ചേർത്ത് പിടിച്ചു തന്നെ കൂടെയുണ്ട്. അവരുടെ സാന്നിധ്യത്തിലാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. എന്താണ് ഇന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കുന്നത്, എന്താണ് ഇന്ന് പ്രഖ്യാപിക്കുന്നത്, അത് ഏറ്റവും പ്രധാനമാണ്. അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി അവസാന പ്രതീക്ഷയാണ് അർജുനെ അവസാനമായി എന്തെങ്കിലും തരത്തിൽ ഒരു നോക്ക് കാണാനോ അതല്ല അർജുനെ എങ്ങനെയെങ്കിലും കണ്ടെത്തുമോ എന്ന രീതിയിലുള്ള ഒരു ആഗ്രഹമാണ് കുടുംബം പറയുന്നത്. ആ ഒരു പ്രതീക്ഷ അത് ഇന്ന് ഈ കർണാടക സർക്കാരിന്റെ തീരുമാനത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ശനിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഈ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന ഒരു സൂചനയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നത്. അർജുന്റെ തിരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അത് മാറ്റുക എന്നുള്ളതാണ് കുടുംബങ്ങളുടെ ലക്ഷ്യം.